ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് വിഷുവിൻ്റെ അന്ന് സിനേട്ടൻ്റെ വീട്ടിൽ പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വലിയ വിഷുവിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സിനേട്ടൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അവിടെ നിന്ന് പിറ്റേന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചത് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പം പുറത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം, അങ്ങനെ ഒരു ഒരു എന്താ പറയുക, ചെറിയൊരു സന്തോഷമൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ അമ്മേനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ സിനേട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ, നല്ല ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് സിനേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വീടാണ്. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് എങ്ങനെ നടന്നു പോകുമ്പോഴത് ആ പച്ചപ്പ് കണ്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ സിനേട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. നല്ല പുല്ലുകളൊക്കെ ആയിട്ട് ഫുള്ള് വയലും കാര്യങ്ങളും, വീടിൻ്റെ മുന്നിലും ബാക്കിലൊക്കെ വയലൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞങ്ങനെ നടക്കുന്നുണ്ട്, എന്താ പറഞ്ഞതെന്നൊന്നും ഓർമ്മയില്ല, കാരണം ഇത് വിഷുവിൻ്റെ അന്ന് എടുത്തൊരു വീഡിയോ അല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുന്ന വഴിയിലൊക്കെ സിനുവേട്ടൻ്റെ കുടുംബക്കാരെ വീടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് സിനുവേട്ടൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോനും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഓരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരിക കേട്ടോ. അപ്പോൾ വെയിൽ കൊണ്ടിട്ട് ഇപ്പോഴേ ഞങ്ങൾക്ക് വെയ്യാം, ഓട്ടോ കിട്ടും കേട്ടോ ഇവിടുന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടക്കാൻ വിചാരിച്ച്, അവിടെ അമ്പലമൊക്കെ ഉണ്ട്, ആ അമ്പലമൊക്കെ ഒന്ന് കണ്ടിട്ട്, അമ്പലം കണ്ടതാണ് എന്നാൽ അതിലേക്ക് ഇങ്ങനെ പോവാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ പോണ വഴി ദാസിനേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു താമരക്കുളം ഉണ്ട്. താമര എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളറാട്ടോ അത് കാണാൻ തന്നെ. അപ്പോൾ അതൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ സിനേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് സിനേട്ടൻ വർത്താനൊക്കെ പറഞ്ഞ് ഞാനപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ അങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെയാണല്ലോ സിനേട്ടൻ വന്ന് ഇരിക്കലൊക്കെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ നടന്നു പോണ ഈ വഴികളൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് കാണാൻ തന്നെ നല്ലൊരു വൈബാണ്. നല്ല അടിപൊളി വീടുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയുള്ള ആളുകൾക്കൊന്നും മറ്റുള്ളവരെ കാര്യം അന്വേഷിക്കണേ ആ ഒരു തിരക്കൊന്നുമല്ല, സ്വന്തം കാര്യം നോക്കി ജീവിക്കണവരാണ്. ആരെ കാര്യങ്ങൾ ഇടപെടാനോ സംസാരിക്കാനോ ഒന്നുമില്ല, സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കഴിയണവരാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് നല്ലതൂലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ. പലർക്കും എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്, കൂടുതലും വേറെ കാര്യങ്ങളിലാണ് ഭയങ്കരമായിട്ട് ചർച്ച ഉള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഞങ്ങളിതാ മണലാറുകാവിൻ്റെ അടുത്ത് എത്തിയിട്ടോ. സിനേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മണലാറുകാവ്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോയ്ക്കാണ്ട് പോവാൻ വിചാരിച്ചതാട്ടോ. അപ്പോൾ ഒരു ലോട്ടറിക്കാരനെ കണ്ട് സിനേട്ടൻ ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ മണലാർക്കാവ് പൂരം, വിയ്യൂർ പൂരം എന്നാണ് പറയൽ. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വരാൻ പറ്റിയിട്ടില്ല. അടുത്ത പ്രാവശ്യം ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ വരണം, നമുക്ക് നല്ലൊരു വീഡിയോ ഒക്കെ പിടിക്കാമല്ലോ, യൂട്യൂബിലൊക്കെ ഇട്ട് ഒന്ന് മിന്നിച്ചേക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ മണലാറുകാവ് ഒന്ന് അടിപൊളിയായിട്ടൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ സിനിയായിട്ട് ഒരു ലോട്ടറി എടുക്കണ്ടേ, അടിച്ചാലോ ഭാഗ്യത്തിന് എന്നും പറഞ്ഞ് എടുത്തതാണ്, പക്ഷെ അടിച്ചിട്ടില്ലല്ലോ, അടിക്കൂലല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഓട്ടോയിൽ കയറി പോവാട്ടോ. അപ്പോൾ ഓട്ടോ എന്നാണ് എങ്ങോട്ട് പോകണം എന്നൊക്കെ തീരുമാനം എടുത്തത്. അങ്ങനെ ആദ്യം വിചാരിച്ച് വടക്കുന്നാഥൻ്റെ അടുത്തൊക്കെ പോയി അവിടെയൊക്കെ ഒന്ന് ഇതാക്കാമെന്നൊക്കെ വിചാരിച്ച്, പിന്നെ വേണ്ട, നേരെ നമ്മൾ മൃഗശാല കാണാൻ പോവാറിന്. അങ്ങനെ തൃശ്ശൂർ പുത്തൂരുള്ളത് മൃഗശാലയിലെത്തി, തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലെത്തി, ഓട്ടോ ഇറങ്ങി. നല്ല തിരക്കാട്ടോ, വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ടൂറിസ്റ്റ് ബസ്സൊക്കെ ഒരുപാട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് വിനോദയാത്രയ്ക്കുള്ള ആൾക്കാരൊക്കെ എത്തിയാണ്. അപ്പോൾ അവിടെയൊക്കെ തുറന്നിന് ടിക്കറ്റൊക്കെ എടുത്ത് കയറേണ്ട ആളുകൾ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു അമ്പലക്കുളമാണ് ഇട്ടത്, നല്ല വയലറ്റ് വെള്ള ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അത് അവിടെ അതിൽ മാത്രം വളർന്നതല്ല കേട്ടോ, അതൊരു ചെടിച്ചട്ടിയിലാണ്, അത് എന്നിട്ട് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചതാട്ടോ. അപ്പോൾ സിനോട്ടെ ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് ഇറങ്ങി വരുന്നവരെ ഞാൻ ആ കുളത്തിൻ്റെ അവിടെ ഇരുന്നതാട്ടോ, വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ സിനേട്ടനും നന്ദമോൾ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരണം. ഞങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് പോയി ഇരുന്നതാണ്, പക്ഷെ അവിടെ എല്ലായിടത്തും വെയിലാട്ടോ, മുടിഞ്ഞ വെയിലാണ്, ചൂടെടുത്തിട്ട് ആകെ വയ്യ. അപ്പോൾ അത് ഓട്ടോക്കാരന് ബില്ലൊക്കെ പൈസ ഒക്കെ കൊടുത്ത് വന്നിട്ടോ. ഇത് കാണാൻ തന്നെ നല്ലൊരു രസമാട്ടോ, നല്ലൊരു കാടിൻ്റെ ഉള്ളിലുള്ളൊരു മൃഗശാല, കണ്ടാൽ അത്ഭുതപ്പെടും കേട്ടോ. എനിക്ക് സത്യത്തിൽ അത്ഭുതപ്പെട്ടു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇങ്ങനത്തെതൊന്നും ഇതുവരെ കാണാൻ പോയിട്ടില്ല. പിന്നെ അതിൻ്റെ മുറ്റത്തായിട്ട് ഇതാ നല്ലൊരു ഉദ്യാനമുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോകണം. അപ്പോൾ വരിയുണ്ട്, ജെൻസിന് വരിയുണ്ട്, ലേഡീസിന് വരിയുണ്ട്. അപ്പോൾ സിനേട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിന്. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്നും ഇങ്ങനെ ചുറ്റി കാണുക കേട്ടോ. ഇനി ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ വരാണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു അത്ഭുതം പോലെ കേട്ടോ എനിക്ക്. ഞാൻ എൻ്റെ കാര്യം കേട്ടോ പറയണത്, പലർക്കും ചിലപ്പം തോന്നൂല. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇതാ ഒരു താമരക്കുളം ഉണ്ട്, അതിൽ നല്ല അടിപൊളി താമര കേട്ടോ, നല്ല കളറും നല്ല ഉണ്ട താമര കേട്ടോ. അതൊക്കെ കണ്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ പോയി വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്.
അപ്പോൾ അവിടെ കൂൾ ബാർ ഒക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടൽ പോലെയാണ്. ചോറും ആവശ്യമുള്ള സാധനങ്ങൾ മൊത്തം ഉണ്ട്. അപ്പോൾ സുനേട്ടൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം. അപ്പം എന്തായാലും ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോവാം വിചാരിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കുകയാണ്. അപ്പം പലതരം ജ്യൂസുകളൊക്കെ ഉണ്ട്. അങ്ങനെ പോയിട്ട് പൈനാപ്പിൾ ജ്യൂസിന് ഓർഡർ ചെയ്തിന്. അപ്പം പൈനാപ്പിൾ ജ്യൂസ് 3 പൈനാപ്പിൾ ജ്യൂസും ഒരു മുന്തിരി ജ്യൂസുമാണ് കേട്ടോ വാങ്ങിയത്. സിനുവേട്ടന് മുന്തിരി ജ്യൂസ്, ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ വാങ്ങി. ഇനി അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. കാരണം ഒരുപാട് നടന്ന് കാണാണ്ട്, അതൊക്കെ നടന്ന് കണ്ടു വരുമ്പോഴേക്കുമ്പോൾ ആകെ കുഴങ്ങിപ്പോവും. അപ്പോൾ ഒരു എനർജിക്കായിട്ട് നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ച് അതൊക്കെ കുടിച്ച് പിന്നെ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടോ. അപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും പൊരി വെയിലാണ്. അപ്പോൾ ഇതൊക്കെ കറങ്ങി നടന്ന് കാണണമെങ്കിൽ നല്ല സമയം പിടിക്കും കേട്ടോ. ഒരുപാട് നടക്കാനുണ്ടെന്ന് പറഞ്ഞു അവരവിടുന്ന്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ബസ് ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടോ. ബസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ട്. നമ്മൾ കയറുന്ന കവാടത്തിൻ്റെ അവിടെ തന്നെ നിർത്തി തരും കേട്ടോ. ലാസ്റ്റ് ഒരു സ്പോട്ടിൽ നമ്മൾ അവിടെ എത്തും. അവിടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ബസ് സർവീസ് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഇറക്കി തരും. അങ്ങനെ പോണ പോക്കിൽ തന്നെ ഇതാ നമ്മൾ മുതലേനൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പം നടന്ന് നടന്ന് കാണാമെന്ന് പറയണേ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാട്ടോ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ സിനേട്ടനും നന്ദമോളും അങ്ങനെ നടക്കുന്നുണ്ട്. ഞാനും അമ്മയും ബാക്കിലുണ്ട്. ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കണമല്ലോ, വീഡിയോ അല്ലേ നമ്മളെ മുഖ്യം. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഒരു പക്ഷികളെയൊക്കെ കണ്ട് ഇറങ്ങുന്നുണ്ട്. ഇത് മയിലാണ് കേട്ടോ. പിന്നെ ഇത് കുരങ്ങൻ. ഈ കുരങ്ങൻ്റെ വിലയൊക്കെ ചോദിച്ച് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ അന്തം വിട്ടിന് കേട്ടോ. ഇത് 2 പീസ് ഉണ്ട്, ആണും പെണ്ണുമാണ്. ഇതിൻ്റെ വില കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടു കേട്ടോ. അങ്ങനെയുള്ള ഒരു വിലയൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ ഒരുപാട് മൃഗങ്ങൾ വരാനുണ്ട്, ഒരുപാട് എത്തിയിട്ടില്ല, ക്വാറൻറ്റൈനിലുണ്ട് കുറേ എണ്ണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഒരു താറാവാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിന് കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് ഓർമ്മയില്ല, കാരണം വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. ഇപ്പോഴാണ് ഞാൻ ഇതിന് വോയിസൊക്കെ കൊടുക്കണത്. ഈ വീഡിയോ ഇടണേന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഈ വോയിസ് കൊടുക്കാനുള്ള കുഞ്ഞു മടിയോണ്ടാണ് കേട്ടോ ഞാൻ സത്യം പറയിച്ചതിന് മെനക്കെടാത്തത്. അങ്ങനെതാ ഇപ്പം എനിക്ക് വീഡിയോ ഒക്കെ ഇടാൻ നല്ല മടിയായി തുടങ്ങിന്. എന്താണെന്നറിയില്ല. വീഡിയോ ഒക്കെ നല്ല എനർജിക്കായിട്ട് ചെയ്യണം എന്നൊക്കെ മനസ്സിലാഗ്രഹമുണ്ട്. പക്ഷേ ഒരു കൊല്ലമായിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് പോയി. അപ്പോൾ ഇനി തിരിച്ച് വരും. യൂട്യൂബിൽ നല്ല അടിപൊളിയായിട്ട് ആക്റ്റീവ് ആകണം. ഒക്കെ ഇത് നമ്മുടെ വരുമാനമാണല്ലോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെറുതെ സാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആക്റ്റീവായിട്ട് വരും. അപ്പോൾ ഇനി ഈ വീഡിയോ കാണാം, മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇതാ ഒരു 2 പക്ഷികൾ കേട്ടോ. ഇവർ നല്ല സ്വകാര്യം പറച്ചില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിട്ട് വീണ്ടും നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ഒന്ന് റൈറ്റിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് 2 ഇത്താത്തമാരെ കാണുന്നുണ്ടോ നിങ്ങൾ? ഒരു പർദ്ദ ഇട്ടത്താത്ത, ഒരു ചുരിദാർ ഇട്ടത്താത്ത. അപ്പോൾ നന്ദുവിനെയും സിനേട്ടനെയും കണ്ടിട്ടാണ് അവർ വർത്താനം പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അമ്മ എവിടെ ചോദിച്ചപ്പോൾ എന്നെ കാട്ടി കൊടുക്കുന്നുണ്ട് നന്ദുമോള്. അപ്പോൾ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? തൃശ്ശൂരിൽ നമുക്ക് പിടിപാടുണ്ട്, തൃശ്ശൂരിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളറിയാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ സിനേട്ടനും നന്ദും പറയുന്നത് ഞങ്ങളെയാണ് പരിചയപ്പെട്ടത്, അമ്മേനെയല്ല, ഞങ്ങളെ കണ്ടപ്പോഴാണ് അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ നടന്ന് ഇനിയും കുറേ കാണാനുണ്ടല്ലോ. പക്ഷെ പൊരി വെയിൽ കൊള്ളാനുണ്ട്. അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇനി പോണ വഴിയിലൊക്കെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടല്ലേ നമ്മൾ ഉള്ളിൽ കയറണത്. അപ്പോൾ ആളുകൾ ഒരുപാട് മുന്നിലുണ്ട് പിന്നിലുണ്ട് ഒക്കെ ഉണ്ട്. നടക്കുക എന്ന് പറഞ്ഞാൽ കുറേ അധികം ഉള്ളതുകൊണ്ട് ആകെ കാലൊക്കെ കുഴയുണ്ട് കേട്ടോ. എന്നാലും ആദ്യമായിട്ട് കാണില്ലേ, അടിപൊളിയായിട്ട് അങ്ങോട്ട് നടക്കുക. അങ്ങനെ കുറേ നമ്മൾ നടന്നപ്പോൾ ഇതാ ഈ ഒരു സംഭവം ഇതിനൊക്കെ കണ്ടങ്ങനെ നടക്കുക കേട്ടോ. ഇത് നമ്മൾ ആ ആട് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, സത്യം പറച്ചതിൻ്റെ പേരൊക്കെ ഞാൻ മറന്ന്. പേരൊക്കെ ഈ നല്ല ഓർമ്മ ഉണ്ടേനി കേട്ടോ. അതൊക്കെ മറന്ന്. എന്തായാലും ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. ഒരുപാടുണ്ട് കേട്ടോ. അത് തണൽ നോക്കി കിടക്കുകയാണ് ഇറ്റിങ്ങൾ. അപ്പോൾ നന്ദുവിൻ്റെ തലയിലൊരു ടവൽ, സിനേട്ടൻ്റെ തലയിലൊരു ടവലൊക്കെ കിട്ടീന്. ഞാനൊരു കുട ഉണ്ട്, ആ കുട ഇങ്ങനെ ചൂടി നടക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തി, കുറച്ച് മുകളിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഐസ്ക്രീം വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഒരുപാട് മുകളിലേക്ക് എത്തിയിട്ടോ. ഞങ്ങൾ ഒരുപാട് നടന്ന്. ഇവിടെയാണ് എല്ലാവരും ഒന്ന് താവളടിച്ചിട്ട് വെള്ളം കുടിക്കുന്നതും ഐസ്ക്രീം തിന്നണതൊക്കെ. നന്ദു ആകെ കുഴങ്ങിട്ടോ. ഇവിടെ ഐസ്ക്രീമിന് ആദ്യം ബില്ലടയ്ക്കണം, എന്നിട്ട് ഐസ്ക്രീം എടുക്കണം. നല്ല മുടിഞ്ഞ വിലയാട്ടോ. എന്ത് മുടിഞ്ഞ വിലയായാലും ആരും വാങ്ങാണ്ടിരിക്കില്ല. അപ്പോൾ അതൊക്കെ വാങ്ങി തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ ചൂടിന് ലേശം കുറവുണ്ട്, കാരണം ഇവിടെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ടുള്ള ഫാനാണ് കറങ്ങണത്. അതുകൊണ്ട് ലേശം ചൂടിന് കുറവുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ തിന്ന് കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് നടക്കാൻ വിചാരിച്ച് സ്പീഡിൽ പോവുക കേട്ടോ. പോയി ഇനി കാണാൻ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ പോയി നോക്കാം. അങ്ങനെ ഇതാ കുറച്ച് കുരങ്ങന്മാരെ കണ്ടിട്ടോ.
കുഞ്ഞി കുരങ്ങൻകുട്ടികൾ മുതൽ വലിയ കുരങ്ങന്മാർ വരെയുണ്ട്. ഇതൊക്കെ പിന്നെ കുരങ്ങന്മാരൊക്കെ ഞങ്ങളെ നാട്ടിൽ തന്നെ കോട്ടയിൽ അമ്പലത്തിൽ പോയാൽ കാണുന്ന ആളുകളാണ്. എന്നാലും കാണുമ്പോൾ ഒരു രസമാണല്ലോ. അങ്ങനെ അതിനൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോവാണ്. പിന്നെയും നടക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ കാണാനായിട്ട്. പക്ഷെ ഒരാൾക്ക് 80 രൂപയാട്ടോ ടിക്കറ്റിൻ്റെ വില. അപ്പം നടന്നിട്ട് ഒരുപാട് കൂടെ എത്തിയപ്പോൾ നല്ല അടിപൊളി കടുവ ഉണ്ട് കേട്ടോ ഇവിടെ. 2 കടുവ ഉണ്ട്. ഇതിലും വലിയൊരു കടുവ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ അതിനെ കാണാൻ പറ്റണില്ല. ആളുകളൊക്കെ ഒച്ച ഉണ്ടാക്കി അതിനെ വിളിക്കുമ്പോൾ അത് തലയൊക്കെ പൊന്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇവിടെ കണ്ടോ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഏത് സമയവും വെയിലിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. തണുപ്പാണല്ലോ ഇവർ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഈ പുല്ലുകളൊക്കെ ഏത് നേരവും നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതൊരു കാടിൻ്റെ ഒരു ഫീലാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. എനിക്ക് തോന്നുന്നത് കാടൊക്കെ വെട്ടി തെളിയിച്ചൊരു മൃഗശാല ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കടുവ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ ആളുകളെ കണ്ടപ്പം അങ്ങോട്ട് തന്നെ കയറിപ്പോയതാ കേട്ടോ. ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറകിലായിട്ട് ഇതിനെ കാണാനായിട്ട് ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉള്ള ആളുകളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനും എടുത്ത് വീഡിയോ നമുക്കും നമ്മളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ആളെ കണ്ടിട്ടാണ് ഈ ആൾ പിണങ്ങി പോണത്. ആൾക്ക് വെള്ളം കുടിക്കണം. അപ്പോൾ അവിടെ വെള്ളം കുടിക്കാനുള്ള കുളം പോലുള്ള സംഭവമൊക്കെ ഉണ്ട്. ആദ്യം വെള്ളം കുടിച്ച് കയറി പോകുമ്പോഴാണ് ആളുകൾ ഒച്ച ഉണ്ടാക്കിയത്. അപ്പം ആൾ പിണങ്ങിപ്പോയ പോലെ പോയതാണ്. പിന്നെ അതൊക്കെ കുറേ നേരം അവിടെ കണ്ടിരുന്നു. കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കാട്ടുപോത്ത് ഇതാ തണലത്തേക്ക് കിടന്ന്. പിന്നെ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. നല്ല അടിപൊളിയായിട്ടുള്ള വൈബ്. ഇവിടെയൊക്കെ മഴ പെയ്താലേ നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം ഒരു സ്ഥലത്ത് ഇരുന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കും കാലും കൈയും കുഴഞ്ഞിട്ട് വയ്യേനി. എന്താ പറയുക, നടന്ന് നമ്മൾ കുഴയാന്നൊക്കെ പറയില്ല, ആ തരത്തിലായി പോയിട്ടോ. ഒരുപാട് മൃഗങ്ങളൊന്നുമില്ല, പാമ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാലും ഇങ്ങനെയുള്ള കുറച്ച് എമു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ കാണാണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പിന്നെ ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ പോണത്. അങ്ങനെയൊക്കെ പോയി ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കുക എല്ലാവരും കാണാൻ വേണ്ടി അപ്ലോഡ് ചെയ്യുക. അതൊക്കെയാണ് ഒരു രസം. പിന്നെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ എവിടെ പോയാലും അത് മുതലാക്കണം എന്നുള്ളതൊരു ഇതാണല്ലോ. അപ്പം ഇങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല ഒട്ടകപ്പക്ഷി കേട്ടോ, വലിയ ഒട്ടകപ്പക്ഷി ഉണ്ട്. ഇറ്റിങ്ങൾക്കൊക്കെ എപ്പോഴും അവിടെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചൂട് കാരണമാണ്. പിന്നെ ഒരു കൊക്ക് അത് എവിടെ നിന്ന് വന്നാന്ന് ആർക്കറിയാം. പിന്നെ അതാ ഒരു ഒട്ടകപ്പക്ഷി വെയിൽ കായാൻ വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ നല്ല കാഴ്ചകളാട്ടോ, കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ എപ്പോഴും വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലുള്ളത് ഹിപ്പോപ്പൊട്ടാമസ് ആണ് കേട്ടോ. അത് അതിൽ 2 ഉണ്ട്. ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് പൊന്തിയിട്ട് താന്നതാണ്. ഇനി പൊന്തോ ഇല്ലയെന്നൊന്നും അറിയില്ല. ചെറുതായിട്ട് വീഡിയോയിൽ ഉൾപ്പെട്ടിരുന്നാണ് തോന്നുന്നത്. അതാ കാണുന്നുണ്ടല്ലോ, അത് അപ്പുറത്തെ സൈഡിൽ 2 ഉണ്ട് കേട്ടോ. അത് ഇപ്പുറത്തേക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ. അത് ആളില്ലാത്ത സ്ഥലത്തേക്ക് പോയിട്ടാണ് പൊന്തണത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്ന് ഇനി നമുക്ക് ഏകദേശം മുകളിലേക്ക് എത്താനായിന് കേട്ടോ. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് നടന്നാൽ ഇതേപോലെ എമു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബസ്സൊക്കെ സർവീസ് തുടങ്ങിയിട്ട് ആളുകളെ കൊണ്ടുപോയി ഗേറ്റിൻ്റെ അടുത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ട് ലാസ്റ്റിൽ എത്തുന്ന ആളുകൾ അവിടെ നിന്ന് ബസ് വരും. 5 മിനിറ്റ് ബസ് അവിടെ നിൽക്കും. ആളുകൾ അതിൽ കയറും, ആളുകളെ ഗേറ്റിൻ്റെ അവിടെ ഇറക്കും. പിന്നെയും ആ ബസ് അങ്ങനെ 3-4 ബസ് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ 2 വലിയ ഒട്ടക പക്ഷീനെ കണ്ട് കുട്ടികളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു വെള്ള ഒട്ടക പക്ഷി, 2 കറുപ്പ് ഒട്ടക പക്ഷി ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ദിനേശ് സത്യമായിട്ടാണ് നമുക്ക് അറപ്പ് തോന്നൂലേ. ഇതിൻ്റെ ചിറകും കാര്യങ്ങളൊക്കെ കാണുമ്പം ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുക. പക്ഷേ ഇത് നല്ല ദൂരെയാട്ടോ, നമുക്ക് അങ്ങനെ അടുത്തുനിന്ന് കിട്ടൂല. ഞാൻ ഇങ്ങനെ ഫോണ് സൂം ചെയ്തുകൊണ്ടാട്ടോ നമുക്ക് ഇത്ര അടുത്തുനിന്ന് കാണാൻ കഴിയുന്നത്. എന്നാലും കാണാൻ നല്ല രസമുണ്ട്. ഇനി ഞങ്ങളും നടക്കട്ടെ അങ്ങോട്ട്. ഇനി നേരെ നമുക്ക് വീട്ടിലൊക്കെ പോവണ്ടേ. അങ്ങനെ നേരെ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ട് ഇവിടെയാണ് ബസ് വരിക. ഈ പോയിന്റിൽ നിന്നാണ് ബസ് നമുക്ക് ഈ കവാടത്തിലേക്ക് ആക്കി തരിക കേട്ടോ. അങ്ങനെ ഇവിടുന്ന് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓരോരോ നാരങ്ങ സോഡ കുടിക്കുകയാണ് കേട്ടോ. അപ്പം ക്ഷീണിച്ച് നന്ദു ആകെ കുഴങ്ങി, ഞാൻ കുഴങ്ങി, എല്ലാവരും കുഴങ്ങി. ഇനി പിന്നീട് ഒരു ദിവസം വരാം നമുക്ക് തോന മൃഗങ്ങളൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ നാരങ്ങ സോഡ കുടിക്കുകയാണ്. നാരങ്ങ സർബത്താണ് കേട്ടോ കുടിച്ചത്, സോഡയല്ല, നാരങ്ങ സർബത്ത്. ഇത് വീഡിയോ എടുക്കുന്ന സിനേട്ടനാട്ടോ. ക്യാമറേൻ്റെ മുന്നിൽ കൈയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്.
അങ്ങനെ അതാ പുറത്ത് സൈഡും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തത് തന്നെയാണ്. പക്ഷെ അവിടെ കൈ വെച്ചത് ആൾക്ക് ഓർമ്മയില്ല. അപ്പോൾ അടുത്ത ബസ്സും വന്നിട്ടോ. ഈ ബസ്സുകൾ മാറി മാറി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. KSRTC ഉണ്ട്, ഇങ്ങനെ ടൂറിസ്റ്റ് പോലത്തെ ബസ്സൊക്കെ ഉണ്ട്. ഇത് ഇത്രയും ജനങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് ജനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവരെല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് ലാസ്റ്റ് എത്തുന്ന ഒരു പോയിൻ്റാണിത്. ഇവിടെ നിന്ന് കുറച്ച് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ബസ്സിലേക്ക് കയറുക, ബസ് അവിടെ കൊണ്ടുപോയി ഇറക്കുക. അങ്ങനെ ഇവിടുന്ന് നന്ദമോൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ചോളാപ്പൊരി നന്ദമോൾക്ക് വാങ്ങിയിട്ടുണ്ടേനിട്ടോ. അപ്പം അതൊക്കെ വാങ്ങി ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടോ. അപ്പം അവിടെ നിന്ന് ബസ്സിൽ കയറാൻ നോക്കിയപ്പോൾ ആൾ പറഞ്ഞ് അയ്യോ ബേജാറായിട്ട് കയറൊന്നും വേണ്ട, ബസ് 5 മിനിറ്റ് കൂടുമ്പോണ്ട്, കുറച്ച് ഇരുന്നിട്ടൊക്കെ പോയിക്കോളി പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കസേരയിൽ അവിടെ തന്നെ ഇരുന്നിട്ടോ. ബസ് 2 ട്രിപ്പ് ബസ് പോയി. പിന്നെ അതാ അടുത്ത ട്രിപ്പ് ബസ് വന്നപ്പോൾ ഞങ്ങൾ അതിലേക്ക് കയറാൻ പോകട്ടോ. കയറി നല്ല തിരക്കാട്ടോ ഇതിൽ. അപ്പോൾ ഇതിൽ കയറി ലാസ്റ്റിൽ തന്നെ സീറ്റ് കിട്ടിയത് ബാക്കിലേക്ക്. അങ്ങനെ ഇതിൽ കയറി ഇനി ഞങ്ങളെ നേരെ അവിടെ താഴമ്പള ഇറക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഇറക്കും. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളിയൊരു എന്താ പറയുക, നല്ലൊരു യാത്രയാട്ടോ, സൂപ്പറാണ്. ഇനി ഈ ബസ് പോണ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ലൊരു കാടിൻ്റെ ഉള്ളിൽ റോഡും മൃഗശാലയും ഒക്കെ കൂടിയായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ ഇവിടുന്ന് പോയാൽ ഇനി വടക്കുന്നാഥൻ്റെ അവിടേക്കൊന്ന് പോകണം. അവിടെ എക്സിബിഷൻ ഉണ്ട്, പിന്നെ അവിടെ പാർക്കൊക്കെ ഉണ്ട്. അവിടേക്കൊന്ന് പോകണം. പോയിട്ട് അവിടെയൊക്കെ ഒന്ന് ഇരുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അന്ന് തിരിച്ചിട്ട് പോകുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക്. 2 ദിവസം നിൽക്കണം എന്ന് വിചാരിച്ച് പോയത്. പിന്നെ അബി ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ നിന്നില്ല. പിന്നെ പ്രത്യേകിച്ച് അന്ന് അബിക്കൊരു വർക്കിന് പോവാണ്ടേനി. അപ്പോൾ നായ്ക്കുട്ടികളെടുത്ത് ആളുണ്ടാവില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം പോന്ന്, അല്ലെങ്കിൽ 2 ദിവസം നിന്ന് പോരണമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ ഇവിടെ നിന്ന് താഴെ വരെ എത്തണമല്ലോ. അപ്പോൾ ആ യാത്ര ഞാനൊന്ന് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തതാട്ടോ. സൂപ്പറായില്ലേ കാഴ്ചകളൊക്കെ? നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളിട്ടോ. ഈ വീഡിയോ ആണ് ഒരുപാട് നമ്മളെ കൂട്ടുകാർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചേച്ചി ലോങ് വീഡിയോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് അഭിപ്രായം പറയാം. ഇനി ലോങ് വീഡിയോ വേണമെങ്കിൽ അഭിപ്രായം പറയാം. നമുക്ക് അടിച്ച് പൊളിച്ചൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരാം. എല്ലാ വീഡിയോസും എടുക്കണം. അപ്പോൾ നമ്മളിതാ ബസ്സിൽ നിന്ന് കാണുന്നൊരു കാഴ്ച കേട്ടോ. വന്ന ആളുകളുടെ വാഹനങ്ങളാണ് അതൊക്കെ. ഇത് എന്തൊരു വൈബാലേ കാണാനായിട്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയൂ കേട്ടോ. അടിപൊളിയാണോ അടിപൊളിയല്ലേ എന്നൊക്കെ പറയണം. അപ്പം ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ഇവിടെയാണ്. ബസ് താഴെ എത്തി, ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ വന്ന കവാടത്തിൻ്റെ അടുത്ത് ടിക്കറ്റിൻ്റെ അവിടെയാണ് കേട്ടോ ബസ് വന്ന് നിർത്തുക. അപ്പോൾ ഇവിടെ ബസ് എത്തി, ഞങ്ങൾ ഇറങ്ങി. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യണം. വിശപ്പൊക്കെ ലേശം തുടങ്ങിയാണ്. അപ്പോൾ തൃശ്ശൂർ അവിടെ പോയിട്ട് വടക്കുന്നാഥൻ്റെ ഒക്കെ അവിടെ പോയിട്ട് നമുക്ക് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ചോറൊന്നും കഴിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ അവിടെ പോയി, ഞങ്ങൾ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ അവിടെ പോയി അവിടെ നിന്ന് ഹോട്ടലിലൊക്കെ കയറി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അന്ന് പിന്നീട് പോയത്. അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ, സി യു. വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യൂ കേട്ടോ.